അങ്ങനെ ഇന്നലെ അടൂരിൽ ജീവനൊടുക്കിയ ഷെഹാന എന്ന് പറയുന്ന 31 വയസ്സുകാരുടെ മരണത്തിന് കാരണക്കാരനായ കാമുകനായ അല്ലെങ്കിൽ ആൺ സുഹൃത്തായ അരുൺ കുമാറിനെതിരെയും പോലീസ് കേസെടുത്തു. അപ്പോൾ ഷെഹാന എന്ന് പറയുന്ന യുവതിയുടെ വീട്ടിൽ തന്നെയാണ് അവർ ജീവനൊടുക്കിയത് എന്ന് പറയുന്നുണ്ട്. അതുമാത്രവുമല്ല, നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇവനും അകത്തുണ്ടായിരുന്നു, അവൾ ഇങ്ങനെ മരിച്ച നിലയിലാണ് എന്നുള്ളതാണ്. അതായത് അവൻ നോക്കി നിന്നു കൃത്യമായിട്ട്, അതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതായത് അതൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ചു നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹളം വെച്ചു. പിന്നീട് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഓടി വന്നു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്. ഒരു കാര്യത്തിൽ ഞാൻ നന്ദി പറയുന്നുണ്ട് ഇവരോട്. കാരണം എന്താ വെച്ചാൽ, ഭർത്താവിനെ വെറുതെ വിട്ടല്ലോ, അത് വലിയ സമാധാനം. ആ ഭർത്താവിനെയും കുഞ്ഞിനെയും വെറുതെ വിട്ടല്ലോ. സാധാരണ ഇങ്ങനെയുള്ള ടീമുകൾ ഭർത്താവിന് ഒന്നിക്കില്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പോയിസൺ കൊടുത്തിട്ട് അയാളെങ്കിൽ തീർക്കുക ചെയ്യുക, അതുപോലെ തന്നെ കുഞ്ഞിനെയും അങ്ങനെ തീർക്കുക ചെയ്യുക. പക്ഷേ കുഞ്ഞിനെയും ബാക്കിയാക്കി അതുപോലെ തന്നെ ഭർത്താവിനെയും ബാക്കിയാക്കൊണ്ട് ചെറിയൊരു നന്ദി അവർക്ക് ഞാൻ കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് എന്നൊന്നുമില്ല. ഇത് വെറും ഇത് അവിഹിതം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ മനുഷ്യൻ്റെ കുടുംബം തകർത്തത് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അരുണ് എന്ന് പറയുന്നവനും ഈ സ്ത്രീയുമായിരിക്കും. നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട്, അതായത് നല്ല ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച ഒരു സ്ത്രീ പിന്നീട് അയാളെയും കളഞ്ഞിട്ട് ഇതുപോലെയുള്ള കാമുകൻ്റെ കൂടെ വന്നിട്ട് എവിടെയെങ്കിലും രക്ഷപ്പെട്ട ഒരാളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എനിക്കറിയുന്ന ഒരു സ്ത്രീ തന്നെയുണ്ട്. അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ബസ് ഡ്രൈവറുമായിട്ട് എന്തോ പ്രണയത്തിലായി 2 മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് പോയ സ്ത്രീ ഇന്ന് ബസ് സ്റ്റാൻഡിൽ എവിടെ ഏതൊരു തുണിക്കടയിൽ തുണിയെടുത്ത് കൊടുക്കാൻ നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നല്ല സുഖത്തിൽ ജീവിച്ച ഒരു സ്ത്രീയാണ്. പക്ഷേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവ്, അതായത് പോയ ഡ്രൈവർ, അയാൾ നല്ല വെള്ളടിക്കാരനാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഇപ്പോൾ ഏതോ ഒരു ബസ് സ്റ്റാൻഡിൽ തുണിയെടുത്ത് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് എന്തായിരിക്കും എന്നറിയാം. അതായത് ഒരുത്തൻ്റെ കൂടെ നിൽക്കുമ്പോൾ അയ്യോ ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കുന്ന വിചാരിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ആ അടിയും തൊഴിയും ഏൽക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെയുള്ള ഓരോരുത്തന്മാരുടെ കൂടെ പോകുന്നത്? ഈ അരുണ് എന്ന് പറയുന്നവൻ കൈ ധരിക്കുമ്പോഴൊക്കെ ഇവിടെ വന്നിട്ട് ഷെഹാനയെ പിടിച്ച് മർദ്ദിക്കും. അതാണ് ഉണ്ടാകുന്നത്. അങ്ങനെ മർദ്ദനത്തിൽ മനന്നൊന്താന്ന് അത് ജീവനൊടുക്കിയത്. അപ്പോൾ അതിനാരോടും പറയാനും കഴിയുന്നില്ല. എന്നാൽ നാട്ടുകാരും ഇടപെടണ്ടേ? അവരോട്ട് ഇടപെട്ടതുമില്ല. ഇവനെ പോലെയുള്ള ഒരു തെമ്മാടി വീട്ടിൽ കയറി വരുമ്പോൾ, ഇവനെ പോലെയുള്ള ഒരു 4-കിട തെമ്മാടി വീട്ടിൽ കയറി വരുമ്പോൾ ഒന്ന് തടുക്കണ്ടേ? അങ്ങനെ തടുക്കാനും ഇപ്പം പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ, തടുത്തു കഴിഞ്ഞാൽ പിന്നെ സദാചാര പോലീസാകും. ഒരു വീട്ടിലേക്ക് ഒരുത്തൻ കയറി വരുമ്പോൾ ചോദിക്കാൻ പറ്റൂലല്ലോ, നീ എന്തിനാ മോനെ വരുന്നത്, നീ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൻ പിന്നെ സദാചാര പോലീസാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നാട്ടുകാർ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടക്കുക ചെയ്യുന്നത്. അത് പല കാമുകന്മാർക്കും സുഹൃത്തുക്കൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, നാട്ടുകാർ ആരും ഇടപെടില്ല. നാട്ടുകാർ ഇടപെട്ട് കഴിഞ്ഞാൽ ഓളെ ബായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓള് ചിലപ്പോൾ കേസ് കൊടുക്കും. ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഓൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള തരത്തിൽ നാട്ടുകാർ ആരും ഇടപെടില്ല. ആ പാവം ആദ്യത്തെ കെട്ടിയോൻ, അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കട്ടെ. ഏതായാലും ഓൻ കഴിച്ചില്ലായി, ഓനിപ്പം വേറെ കല്യാണം കഴിച്ചോന്നറിയില്ല, ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാകും. പിന്നെ ഭർത്താവുമായിട്ട് അകന്ന് ജീവിക്കുന്നതാണ്, ഡിവോഴ്സ് എന്ന് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡിവോഴ്സ് ആയിട്ടുണ്ടാവില്ല. ഡിവോഴ്സ് ആയി കഴിഞ്ഞാലേ മറ്റേങ്ങൾക്ക് കല്യാണം കഴിക്കാൻ കഴിയുള്ളൂ. ഏതായാലും അങ്ങേരുടെ ജീവൻ രക്ഷിച്ചല്ലോ, അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം അങ്ങേരുടെ ജീവൻ തിരിച്ചു കിട്ടിയത്, അതായത് ആദ്യ ഭർത്താവിൻ്റെ ഇല്ലേവറ്റകൾ രണ്ടും കൂടി ചേർന്നിട്ട് പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ പല സംഭവങ്ങളും പല നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. അതായത് ഭർത്താവ് കല്യാണം കഴിച്ചിട്ട് ഹണിമൂണിന് പോയിട്ട് ഭർത്താവിനെ വലിയ ഗർത്തത്തിലേക്ക് തള്ളിയിട്ടത് ഒരാഴ്ച മുമ്പല്ലേ നടന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, നല്ലൊരു ജീവിതം ദൈവം തന്നിട്ടുണ്ടല്ലോ. ആ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അതും കൊണ്ട് ജീവിച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് വെറുതെങ്കിലും ഒരുത്തൻ്റെ ഇടിയും ചവിട്ടും ആട്ടും തൊപ്പും ഏറ്റിട്ട് എന്നിട്ടിപ്പോൾ ആർക്കാണ് പോയത്? ആ സ്ത്രീക്ക് മാത്രമാണ് പോയത്. അതായത് ഇനിയിപ്പോൾ ആ ഉപയോഗിക്കാൻ കൂടി പറ്റത്തില്ല ആ വീടാർന്ന്. എന്തിനാ ഇങ്ങനത്തെ ഗതി ചെയ്യുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാൽ പിന്നെ വല്ല വെളിയിലെങ്ങാനും പോയിട്ട് ഇത് ചെയ്തൂടെ? ഏതായാലും ആ വീട് ഇപ്പോൾ താമസിക്കേണ്ടിക്കില്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഓർമ്മയായിരിക്കുമല്ലോ ഇതിങ്ങനെ കണ്ടോണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഈ അടിയും കുത്തും കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടിച്ച് തൂങ്ങരുത്. ഇത് സുഹൃത്തോ ഒന്നുമല്ല, ഇത് മെൻ്റലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക രോഗമാണിത്. അതായത് ഒരാളെ ഒഴിവാക്കിയിട്ട് മറ്റൊരാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടും എന്നുള്ള ഒരു മാനസിക രോഗം, അല്ലാതെ വേറെയൊന്നുമല്ല. ആ സ്ത്രീക്ക് സുഖമായിട്ടെന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചതാണെങ്കിൽ ഇവനെ പോലെയുള്ള 4-കിട അലവലാദികളെ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് അവർ ജീവിച്ചിരുന്നേനെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവർക്ക് അതിനുള്ള ഭാഗ്യമില്ലാണ്ടായിപ്പോയി. ആ ഭാഗ്യവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എവിടെയെങ്കിലും ഉണ്ടാകും. ഇനി അയാൾക്ക് വേറെ കല്യാണം കഴിക്കാമല്ലോ, അയാൾ വേറെ കെട്ടണമായിരുന്നു. എന്തിനാന്ന് വെറുതെ അയാളിങ്ങനെ നിൽക്കുന്നത്? അതായത് ഇങ്ങനെയുള്ള ടീംസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ദിവസം പോലും കരിഞ്ഞിട്ട് പോലും ഇരിക്കാൻ പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ.
അതായത് ഇവർക്കൊക്കെ അത്ര വലിയ സ്നേഹവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് കല്യാണത്തിന് മുമ്പ് പോകുന്നില്ല? കല്യാണത്തിന് മുമ്പ് കൃത്യമായിട്ട് പോയിക്കൂടായിരുന്നോ? അല്ലാതെ കല്യാണം കഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ട് അഭിപ്രായ വ്യത്യാസം അയാൾക്കില്ലാതെ കുറ്റങ്ങൾ ഉണ്ടാവില്ല, അയാൾ ഏറെ നോക്കിക്കഴിഞ്ഞാലും പ്രശ്നമായിരിക്കും. എന്നിട്ട് ഇവർക്ക് എവിടെയെങ്കിലും പോകണം, അതിനു വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ്. അതായത് ഭർത്താവിനെ വളരെ മോശക്കാരനാക്കുക, മോശക്കാരനാക്കി കഴിഞ്ഞാൽ കുടുംബത്തിന് മുമ്പെല്ലാം മോശക്കാരനാക്കിയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ മെല്ലെ അങ്ങ് മറ്റൊരു കൂടെ അങ്ങ് പോവുകയും ചെയ്യും. സ്വന്തം അഭിഹിതം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല പ്രശ്നങ്ങളും വീട്ടിലുണ്ടാക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമാതിരി തോന്നിയവാസ പരിപാടിക്ക് നിൽക്കാതിരിക്കുക. അതായത് കല്യാണം എന്ന് പറയുന്ന പ്രഹസനം അതിൽ നിങ്ങൾ നിന്ന് കൊടുക്കരുത്. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൻ എന്തോ പിന്നെ എന്താന്ന് പറയേണ്ടത് ഹിന്ദുവാണ്, അരുൺ എന്ന് പറഞ്ഞ ഹിന്ദുവാണ്, ഈ സ്ത്രീ ആണെങ്കിൽ മുസ്ലിമാണ്. അപ്പം ഇതിൻ്റെ പേരിൽ ഏതായാലും ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. സാധാരണ ഇങ്ങനെ ആകുമ്പോൾ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ലവ് ജിഹാദ് മറ്റേ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഇതെന്താണെന്നറിയില്ല, അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഒറ്റ ഒരുത്തനെ പോലും നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യോന്മാർക്ക് അത്ര സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സ്ത്രീ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷെഹാന എന്ന് പറയുന്ന സ്ത്രീ എന്താ വിചാരിച്ചറിയാം, ഇവന് ഭയങ്കര സ്നേഹം എന്നോട് ഒരു ചുക്കാവില്ല. അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ ഒരു ശരീരം ഒരു മിനിറ്റ് കരുതേക്ക് അത്രയേ വേണ്ടൂ, അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു പരിപാടി അവന് വേണ്ട. അവന് പണിയെടുക്കാൻ കഴിയില്ല, നിങ്ങളെ പോറ്റാൻ കഴിയില്ല, ഒന്നും കഴിയില്ല. അവനിങ്ങനെ എപ്പോഴും വരുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാക്കിലൂടെ പോകുന്ന ആ പരിപാടി മാത്രമേ വേണ്ടൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കോ അങ്ങനെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കാരണം ആ ഒരു ആദ്യത്തെ ഭർത്താവ് എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും. അയാളുടെ മനോനില, അതായത് അദ്ദേഹത്തിൻ്റെ മനസമാധാനം മുഴുവൻ തകർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരുണിനെ പോലെയുള്ള ടീമായിരിക്കൂലേ. ഇങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട്. കുറച്ച് നാൾ മുമ്പല്ലോ തിരുവനന്തപുരത്ത് ഇതേപോലെ ഭർത്താവ് പിന്നെ ഭാര്യനെ കൊലപ്പെടുത്തി കണ്ടില്ലെങ്കിൽ, അതും ഇതേപോലെ വേറൊരു ജാരൻ, ആ ജാരൻ്റെ കൂടെ രാത്രി ഇങ്ങനെ പോക്കും വരവും തന്നെ. അവസാനം ഗതി കെട്ടിട്ട് ഈ ഭർത്താവ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അങ്ങ് കാച്ചി കളഞ്ഞ് അയാളും പോയിട്ട് മരിച്ചു കളഞ്ഞ്. ഇപ്പോൾ ആ 4 പിള്ളേർ അനാഥരായില്ലേ. ഓരോന്നിൻ്റെ കുത്തിക്കഴപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് മറ്റുള്ളവർക്ക് വലിയ ദുഃഖമുണ്ടാക്കിയിട്ടാണ് ചിലതിൻ്റെ കുത്തിക്കഴപ്പിന് പരിഹാരം കാണുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ന് വരെ നിങ്ങൾ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നാളെ മുതൽ നിങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളെ കുടുംബം തകർക്കാൻ വേണ്ടി ഓരോരുത്തന്മാരും ഇങ്ങനെ നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വെറുതെയെങ്കിലും ചോദിക്കുമായിരുന്നു, സുഖല്ലേന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെയാണ്. അതായത് നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് മാർഗവും സ്വീകരിക്കുന്ന ഒരുപാട് ടീമുകൾ, ഒരു അധോലോകം തന്നെയാണിത്. സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഒരു അധോലോകമാണ്. അവറ്റകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തും, നിങ്ങളുടെ കുടുംബത്തിൽ വിള്ളൽ വീഴ്ത്തും, നിങ്ങളുടെ മക്കൾ അനാഥരാകും, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വിട്ടുപോകും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒരുത്തനെ പോലും എന്ന് പറഞ്ഞാൽ വീട്ടിൽ അടുപ്പിക്കരുത്. വെറുതെ വന്നിട്ട് വെള്ളം ചോദിക്കുന്ന ടീം വരെ ഉണ്ടാകും. അധികം വർത്താനം പറഞ്ഞിട്ട് അധിക കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. വെറുതെ വരും, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുന്ന് പറയും. ആ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓനുമായിട്ട് ബന്ധമല്ലേ. പിന്നെ ഓന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ നമ്പർ കൊടുക്കേണ്ടി വരും. പല നുണകളും പറയും. അതൊക്കെ വിചാരിക്കുമ്പോൾ ഈ സ്ത്രീ എന്താ പേർക്കറിയാം, ഭയങ്കര ഡീസൻ്റാന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, കുടുംബം നിങ്ങൾക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് പോയിക്കോ. നന്ദി, നമസ്കാരം.